സാംസങ്ങിൻ്റെ F62 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ വരുന്നത് അപ്പർ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F62 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് F62 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷനാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ പാനലും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. കമ്പനി ഈ ഒരു ഡിസൈനെ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റും കൂടി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായേനെ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3.5 പോയിൻ്റാണ് കൊടുക്കുന്നത്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നതുകൊണ്ടാണ് ഈ ഫോണിന് ഇത്രയും പോയിന്റ് കൊടുത്തത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പോയിന്റ് കൊടുത്തേനെ. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. പൊതുവേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റർ ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 218 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോൺ കുറച്ചൊക്കെ വെയിറ്റ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.5 mm ആണ്. അപ്പോൾ ഈ ഫോണിന് അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കൂടാനുള്ള ഒരു കാരണം ഈ ഫോണിലെ 7000 mAh ബാറ്ററി വരുന്നതായിരിക്കണം. ഈ ഫോൺ ഇപ്പോൾ 3 കളർ വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലേസർ ഗ്രീൻ, ലേസർ ബ്ലൂ, പിന്നെ ലേസർ ഗ്രേ. ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 2.5 പോയിൻ്റാണ് കൊടുക്കുന്നത്. അതിനുള്ള കാരണം ഈ ഫോണിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട്, അതുപോലെ തന്നെ തിക്നെസ്സും ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, അതുപോലെ തന്നെ അപ്പർ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലൊക്കെ വരുന്ന പല ഫോണുകളുടെയും വീഡിയോസിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സാംസങ്ങിൻ്റെ ഫോണാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. സാംസങ്ങിൻ്റെ ഫോൺ ആണെങ്കിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സറാണ് ഈ ഫോൺ വരുന്നത്. exynos 9825 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് ANM പ്രോസസ്സറാണ്. സാംസങ്ങിൻ്റെ നോട്ട് 10 സീരീസിലൊക്കെ വരുന്ന അതേ പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ മാലി G76 എന്നുള്ള GPU ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് വളരെ നല്ല പെർഫോമൻസും അതുപോലെ തന്നെ വളരെ നല്ല ഗെയിമിംഗ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ AnTuTu സ്കോർ 4,52,000 മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് ബെസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ വളരെ നല്ല ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 855 എന്ന പ്രോസസ്സറിൻ്റെ ഒക്കെ ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത് 4G ഫോണാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6 GB RAM ആണ് കൊടുത്തിട്ടുള്ളത്. 8 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 2 വെർഷൻസിൽ 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4.25 പോയിൻ്റാണ് കൊടുക്കുന്നത്. 5G സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫോണിന് പോയിന്റ് കുറച്ചും കൂടി കൊടുത്തേനെ. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള One UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4 പോയിൻ്റാണ് കൊടുക്കുന്നത്. 4 പോയിന്റ് കൊടുക്കാനുള്ള ഒരു കാരണം ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 11 സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 12 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 മെഗാപിക്സലിലെ മാക്രോ ലെൻസും അതുപോലെ 5 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ബാക്ക് ക്യാമറയിലും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ടേക്ക് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് കൊടുക്കുന്നത് 3.5 പോയിൻ്റാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ 25 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4.25 പോയിൻ്റായിരിക്കും കൊടുക്കുക. കാരണം 7000 mAh ബാറ്ററി എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. 8 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 25,999 രൂപയാണ്.
ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. ഫെബ്രുവരി 22 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയുടെ ഓഫ് ലഭിക്കും. പിന്നെ ഈ ഫോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ സ്മാർട്ട് അപ്ഡേറ്റ് പ്രോഗ്രാം വഴി എടുക്കാവുന്നതാണ്. അതായത് ആദ്യം 70% പൈസ അടച്ചാൽ മതി, ബാക്കി 30% ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. പോയിന്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫോണിന് ടോട്ടലായിട്ട് 30ൽ 22 പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോണിന് എത്ര പോയിന്റ് കൊടുക്കുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫോണിൻ്റെ ഫൈനൽ പോയിന്റ് കുറച്ചൊന്ന് കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പം ഇതിനുള്ളൊരു കാരണം നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം മേടിക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് F62 എന്ന ഫോൺ. ഇതിൽ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 5G സപ്പോർട്ട് മാത്രമാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.